നല്ല സ്വപ്നമായിരുന്നു. എന്തൊരു നല്ല കാറ്. അതുപോലെ ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ പപ്പയോട് ചോദിച്ചു നോക്കാം. ചിലപ്പോ ഒരു കാറ് വാങ്ങി തന്നാലോ. ഹോ, പപ്പയുടെ സുന്ദരക്കുട്ടൻ എഴുന്നേറ്റോ? ഞാൻ പപ്പയെ സോപ്പിടാൻ നോക്കുമ്പോ പപ്പ എന്നെ സോപ്പിടുന്നു. പപ്പയ്ക്ക് എന്നെ കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട്. ഇതാണ് പറ്റിയ സമയം. ഇപ്പൊ ചോദിച്ചാൽ പപ്പ കാറ് വാങ്ങിത്തരാൻ സാധ്യതയുണ്ട്. പപ്പ, എനിക്കൊരു കാറ് വാങ്ങിത്തരാമോ? അയ്യേ, നീ ഇപ്പൊ വലുതായില്ലേ, ഇനിയും കളിപ്പാട്ടം വാങ്ങിത്തരാനോ? അയ്യോ, കളിപ്പാട്ടമല്ല പപ്പ, ഒറിജിനൽ കാറിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. അതിന് നിനക്ക് കാർ ഓടിക്കാൻ അറിയാമോ? അത് ശരിയാണല്ലോ. അപ്പോ ബൈക്ക്? നീ ഇനിയും കുറെ വലുതാവട്ടെ, അപ്പൊ വാങ്ങിത്തരാം. എന്നാൽ പപ്പ ഒരു സൈക്കിളെങ്കിലും വാങ്ങിച്ചു തരാമോ? അത് നോക്കാം. എനിക്ക് ഇന്നു തന്നെ വാങ്ങിച്ചു തരണം. ഇന്നോ? കുറച്ചു ദിവസം കഴിയട്ടെ. പോരാ, എനിക്ക് ഇന്നു തന്നെ കിട്ടണം. എടാ, പണം ഒന്നും ബാങ്കിലില്ല. എന്നാൽ നമുക്ക് ബാങ്കിൽ പോയി ലോൺ എടുക്കാം. ഇവന്റെ ഒരു കാര്യം. ഞാൻ പോയി നോക്കാം, കിട്ടിയാൽ സൈക്കിൾ വാങ്ങാം. സൈക്കിള് കിളകിള് സൈക്കിള് കിളുക്കിള് സൈക്കിള് ഇന്ന് കിട്ടുമല്ലോ. സൈക്കിള് കിളകിള് സൈക്കിള് കിളുക്കിള് സൈക്കിള് ഇന്ന് കിട്ടുമല്ലോ. എന്തെങ്കിലും നല്ല കോള് കിട്ടുമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. ഒന്ന് പതുക്കെ. ഇന്നൊരു നല്ല ദിവസമാക്കി തരണേ എന്ന് ഞാൻ സർവ്വ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന് പതുക്കെ. സൈക്കിള് കിളകിള് സൈക്കിള് കിളുക്കിള് സൈക്കിള് ഇന്ന് കിട്ടുമല്ലോ. എന്താ ഈ പയ്യന് പിരി ഇളകിയോ? സംശയം എന്താ? ഇളകിയതു തന്നെ. പിരി ഇളകിയതൊന്നുമല്ല, എന്തോ വലിയ സന്തോഷത്തിലാവൻ. നിനക്കെന്താ ഒരു പ്രത്യേക സന്തോഷം? എനിക്കിന്ന് സൈക്കിൾ വാങ്ങിച്ചു തരാൻ പപ്പ തീരുമാനിച്ചു. ബാങ്കിൽ പോയിരിക്കുക പണമെടുക്കാൻ. ഇന്ന് രാവിലെയാ ബക്രു എന്നെ വിളിച്ച് സൈക്കിൾ വാങ്ങുന്ന കാര്യം പറഞ്ഞത്. എവിടുന്നാണാവോ അവൻ സൈക്കിൾ വാങ്ങിക്കുന്നത്? അവനത് വാങ്ങിയ ശേഷം കാണാമെന്നാ പറഞ്ഞത്. പക്ഷേ അത്രയും നേരം കാത്തു നിൽക്കാൻ ക്ഷമയില്ല. അതി അവൻ നമുക്കൊന്ന് ഓടിച്ചു നോക്കാൻ തരുമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നില്ല. അവൻ ചിലപ്പോ തൊട്ടു നോക്കാൻ പോലും സമ്മതിച്ചെന്ന് വരില്ല. ഞാനും നാളെ പപ്പയോട് പറഞ്ഞ് ഒരു സൈക്കിൾ വാങ്ങിക്കും. ഞാനും. ഇപ്പോൾ സൈക്കിൾ ഒന്നും ആർക്കും വേണ്ടെന്നേ. ആര് പറഞ്ഞു? കാറിനേക്കാളും ബൈക്കിനേക്കാളും നല്ലത് സൈക്കിള് തന്നെയാ. കാശ് കിട്ടിയോ? ഇല്ല മോനെ, മാനേജർ അവിടെ ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങു പോന്നു. നമുക്ക് സൈക്കിൾ പിന്നീട് മേടിക്കാം. നീ സ്കൂളിൽ പോകാൻ നോക്ക്. അതിന് ഇന്ന് സ്കൂൾ അവധിയല്ലേ? എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോകുക. മോൻ വേഗം വീട്ടിലേക്ക് പോയിക്കോ. ഇന്നത്തെ കണി ദരിദ്രവാസികളായി പോയല്ലോ. പതുക്കെ പറയടാ. വേറെ വഴിയുണ്ടാകും. നീ എന്താ പോകാത്തത്? എനിക്ക്
സൈക്കിൾ മേടിക്കുമെന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. സൈക്കിൾ ഇല്ലാതെ എങ്ങനെ ഞാൻ സ്കൂളിൽ ചെല്ലുക? അവർ എന്നെ കളിയാക്കില്ലേ? പണമില്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് സൈക്കിൾ കിട്ടാത്തത്. പണമുള്ള സ്ഥലം നിനക്കറിയാമോ? ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. പണമുള്ള ഏത് സ്ഥലത്തു നിന്നും പണം കൊണ്ടുവരാനുള്ള പ്രത്യേക സിദ്ധിയുള്ളവരാ ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ കള്ളന്മാരാ? ഏയ്, കള്ളന്മാരൊന്നുമല്ല. വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കളവല്ലല്ലോ. ഷീനയുടെ ചികിത്സയ്ക്കുള്ള 50,000 രൂപ ഞങ്ങൾ സംഘടിപ്പിച്ച് ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സ്കൂളിലെ അലമാരിയിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അലമാരയുടെ താക്കോൽ എവിടെയാ? അത് ടീച്ചറുടെ മേശവലിപ്പിലുണ്ട്. സൈക്കിളിനുള്ള പണം മാത്രം മതി. ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ അത് തിരിച്ചു വെച്ചേക്കാം. പോരെ? നീ എന്താ പോകാത്തത്? നീ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നോ? ഞങ്ങൾ പോയി പണം സംഘടിപ്പിച്ചു വരാം. കുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളെ ഇങ്ങനെ തുടങ്ങിയ മാതാപിതാക്കൾ എങ്ങനെയാ ജീവിക്കുക? പക്രു ഇവിടേക്ക് വരാമെന്നാണല്ലോ പറഞ്ഞത്. ഇനി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയോ ആവോ? അതാ ജനലിന്റെ അടുത്ത് 3 പേർ. കള്ളന്മാരാണെന്നാ തോന്നുന്നത്. അതെ അതെ, നമ്മൾ എന്തു ചെയ്യും? നമുക്ക് പോലീസിൽ അറിയിക്കാം. പോലീസിൽ അറിയിച്ചാൽ കള്ളന്മാർ നമ്മളെ ശരിയാക്കും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമുക്ക് ജോളിയോടും ജോബിയോടും കാര്യം പറയാം. അവർക്കെന്തെങ്കിലും സൂത്രം കാണും. അതെ, എങ്കിൽ വേഗം വാ. അമ്മേ, ജോബിയും ജോളിയും എവിടെ? അവർ രാവിലെ കളിക്കാൻ ഇറങ്ങിയല്ലോ. എങ്ങോട്ടാ പോയത്? അവർ ചെമ്പരത്തിക്കുന്നിൽ കാണും. ശരി അമ്മേ, വേഗം വാ. ഇനി ഞാൻ എണ്ണ, നിങ്ങൾ ഒളിച്ചോളൂ. മായാവിധികളൊന്നും കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഈ പിണങ്ങല്ലേ, വെറുതെ ഒരു തമാശക്ക് ചെയ്തതല്ലേ. ശരി, നമുക്കൊന്നുകൂടി കളിക്കാം. അതാ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ജോബി, ജോളി, ഞങ്ങൾ മറഞ്ഞു നിൽക്കട്ടെ. ജോബി, ജോളി. എന്താ കൂട്ടുകാരെ, എന്തു പറ്റി? നമ്മുടെ സ്കൂളിൽ 3 കള്ളന്മാർ. സ്കൂളിലോ? അതെ, പോലീസിൽ അറിയിച്ചാൽ അപകടമാണ്. അവരുടെ കയ്യിൽ തോക്ക് കാണും. അതാ നിങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങൾ ഞങ്ങളെ സ്കൂളിനടുത്ത് കാത്തു നിൽക്കണം. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്താം. കാര്യം കുറച്ച് കുഴപ്പം പിടിച്ചതല്ലേ? എന്താ ഒരു പോംവഴി? നമുക്ക് സറാഫിനോട് ചോദിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തു പറ്റി കൂട്ടുകാരെ? സ്കൂളിൽ കള്ളന്മാർ എത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി വിചാരിച്ചാൽ
നമുക്ക് ആ കള്ളന്മാരെ പിടികൂടാം. എങ്ങനെ? അതൊക്കെയുണ്ട്. കുഞ്ഞുമാലാഖമാരും സഹായത്തിന് ജോണിയെയും കുഞ്ഞിക്കിളിയെയും കുറച്ച് അണ്ണാരക്കണ്ണന്മാരെയും ഒക്കെ വിളിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ ജോബിയെയും കൂട്ടിവന്ന് പോലീസുകാരെ അവിടെ എത്തിക്കാം. ശരി സെറാഫിൻ. വരൂ കൂട്ടുകാരെ. ജോളി, എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അകത്തു കിടക്കുന്നത് ആരും കാണില്ല. അതെങ്ങനെ? അതൊക്കെയുണ്ട്, നിങ്ങൾ വാ. അലമാരിയുടെ ചാവിയെടുക്ക്. ഒരു ഡോറ് തുറക്കാൻ പോലും ആരോഗ്യമില്ലേ? നിങ്ങളാണല്ലേ ഇതിനെയെല്ലാം പിന്നിൽ. നിങ്ങളെ ഞാൻ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കൂട്ടുകാർ ചെയ്തത്? അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ എല്ലാവരും ആ കള്ളന്മാരെ പിടിക്കാൻ അവർക്കാവുന്നത് ചെയ്തു. ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമുക്കാവുന്നത് ചെയ്യണം. എന്താ? പിന്നെയും ഒരു കാര്യം കൂടി കേട്ടിട്ടുണ്ടാവും, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന്. എല്ലാവരും കൂടി ഒരുമിച്ച് പ്രയത്നിച്ചതുകൊണ്ടാ കള്ളന്മാരെ പിടിക്കാൻ സാധിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തൊരുമ വളരെ പ്രധാനപ്പെട്ടതാണ്.